തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് കൂടിയാണിത്. ഇതിനായി 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ, 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. 1/4 കപ്പ് പാല്, 3/4 കപ്പ് പാൽപ്പൊടി, ഒരു 10 രൂപയുടെ പാർലിജി ബിസ്ക്കറ്റ്. ഇനി ഈ പാൽപ്പൊടി ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് അല്പമായിട്ട് പാലും കൂടെ ചേർത്ത് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ബിസ്ക്കറ്റ് മിക്സിയിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം പാല് ഒഴിച്ച് ഇതും ചപ്പാത്തിയുടെ ആ മാവിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇതൊന്ന് നീളത്തിലൊന്ന് ഷേപ്പാക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ പാൽപ്പൊടി ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ആ ബിസ്ക്കറ്റ് കുഴച്ചെടുത്ത് വെച്ചത് അതും കൂടെ ഇതിൻ്റെ അകത്ത് വെച്ച് ഒന്ന് റോളാക്കിയെടുക്കാം. ഇതിപ്പോൾ റോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.